കോട്ടയം മെഡിക്കൽ കോളേജ് മരുന്ന് ഇറക്കിയതിന് ശേഷം ഓർമ്മകാവൽ കഴിഞ്ഞ് പതുക്കെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വണ്ടി ഫ്രണ്ടിൽ ഈ വണ്ടി പതുക്കെ പോയിക്കൊണ്ടിരിക്കുക, സൈഡ് ചേർന്ന് പോകുമായിരുന്നു. ഓപ്പോസിറ്റ് റോങ് ആയിട്ട് ഈ ഒരു വണ്ടി വന്നിട്ട് അതായത് പാമ്പ് വരുന്ന പോലെ തന്നെ വന്ന് വളഞ്ഞ് കയറുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ബാക്കിലുണ്ട് ആ വെള്ളം കൊണ്ട് വന്ന വണ്ടിക്കാരിലെ പയ്യൻ എയ്സ് ആണ്. ആ വണ്ടി വന്ന പയ്യൻ വന്ന് എൻ്റെ കൂടെ വന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടാണ് ആ വണ്ടി പൊളിച്ചെടുത്ത് ആദ്യം അവരെ ഇറക്കി കഴിഞ്ഞപ്പോഴത്തെ കുഞ്ഞിനെ എൻ്റെ കൈ തരിക. ഇപ്പോൾ ഈ പയ്യനാണ് എൻ്റെ കുഞ്ഞിനെ എൻ്റെ തോളത്തോട്ട് തരുന്നത്. അപ്പോൾ ഞാൻ തോളത്തപ്പോൾ ആരും പറഞ്ഞു കുഞ്ഞിനൊന്നും കുഴപ്പമില്ല, അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ കൂടിയായിരുന്നു. അപ്പോഴാണ് അമ്മയുടെ തല പൊട്ടിയിട്ട് ബോധമില്ലാതെ ഇങ്ങനെ ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു അവർക്കെന്തോ സംഭവിച്ചു. അപ്പോൾ കുഞ്ഞിന് കുഴപ്പമില്ല എന്നെല്ലാവരും പറഞ്ഞു. അപ്പം ഞാനും മാറി നിന്നിട്ട് കുഞ്ഞിൻ്റെ ഈ കുറച്ച് നേരോട്ട് തട്ടിയിട്ട് അനങ്ങത്തില്ലല്ലോ, ഇത്രയും സൗണ്ട് ഉണ്ടായിട്ട് അനങ്ങാത്തതുകൊണ്ട് കാലിൻ്റെ ഈ വെള്ളം ചൊറിഞ്ഞു പോയി. ഇപ്പം ഒട്ടും അനക്കമില്ല. കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയിൽ പോകണം, ആംബുലൻസ് വരാൻ നിൽക്കണ്ട. അപ്പോൾ അടുത്തുള്ളവരോടെല്ലാം ഞാൻ ചോദിച്ചു, ഒന്ന് വരാവോ ഒന്ന് പോകാമോ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വണ്ടിയിൽ പോകും. എല്ലാവർക്കും പറയുന്നവരെല്ലാം അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ആംബുലൻസ് വന്നപ്പോൾ അവർ പേഷ്യൻ്റെയും കൊണ്ടാണ്, അവർ കുറ്റം പറഞ്ഞു 108 തോന്നുന്നു കോട്ടയം മെഡിക്കൽ കോളേജ്. അവർ പുള്ളി പറയുന്നുണ്ട് നിങ്ങൾ ആംബുലൻസ് വിളിക്കുക, അവർ വരും, പെട്ടെന്ന് വരും, ഞാനൊരു പേഷ്യൻ്റെയും കൊണ്ട് പോവുകയാണ്, അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ആ വണ്ടി തടഞ്ഞ വണ്ടി അവർ പോവുകയും ചെയ്തു. പിന്നെ വരുന്നവരെല്ലാം പോകുന്നുണ്ട്. പിന്നെ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടാകുന്നത് കുഞ്ഞിന് അനക്കമില്ലാന്ന്. അപ്പോൾ ഈ പുള്ളിക്കാരി ആ കൊച്ചിൻ്റെ അമ്മയെ വിളിക്കുന്നു, വണ്ടിക്കകത്ത് കയറാൻ പറയുന്നു. കയറിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ ടീമെമ്പിലോട്ട് പോകാനായിരുന്നു പ്ലാൻ ചെയ്തതിലും, പക്ഷേ എനിക്ക് ഗവൺമെൻറ് ആശുപത്രിയിലെത്തി ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് പോകാമെന്നൊരു തീരുമാനം എടുത്ത് അവിടെ വെച്ചായിരുന്നു. കാരണം ഇനി സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത്രയും ദൂരം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ കയറ്റിയത്, ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കയറിയത്. അവിടുന്ന് പിന്നെ അവരാണ് ആംബുലൻസിൽ ചെത്തുവീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഒക്കെ. നമ്മളെ കൊണ്ട് മാക്സിമം ആ കുഞ്ഞ് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയിലാണ് ചെയ്തത്. അവരൊരു ചേട്ടാന്ന് വിളിച്ചു, ചേട്ടാ കുഞ്ഞിന് അനക്കമില്ല, അവളെന്താ ഇങ്ങനെ എനിക്ക്. ഞാൻ പറഞ്ഞു ചേച്ചി ഒന്നും പേടിക്കണ്ട, ഞാൻ ചേച്ചി ഒന്ന് സമാധാനിക്കുക, ഞാനിതൊന്ന് എത്തിച്ചോട്ടെന്ന് മാത്രം പറയുന്നുണ്ടായിരുന്നു. അതുവരെ എനിക്ക് സമാധാനം കൊടുത്തു, ഞാൻ അത്ര എനിക്ക് പറ്റുകയുള്ളൂ. പക്ഷേ പ്രതീക്ഷിച്ചു ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ എടുക്കുമെന്ന് ഞാൻ അവരോട് ഞാൻ വരുമെന്ന് എല്ലാം ഓക്കെ ആയിട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് അവയവങ്ങൾ ദാനം ചെയ്തുകൊണ്ടുകൊണ്ട് അത് അവർക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് പോയി. അവരുടെ പ്രയാസം ഞാൻ നല്ലപോലെ കണ്ട, അവർക്ക് അത് എങ്ങനെ പറ്റിയെന്ന് എനിക്ക് തന്നെ അതിശയിച്ചു പോയി.